എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ, നിങ്ങളുടെ സർവീസിൽ. എത്ര കസ്റ്റമേഴ്സിൻ്റെ അനുഭവങ്ങളും ദുരനുഭവങ്ങളും അറിയാവുന്നവരാണ് നിങ്ങൾ. അവനെ നല്ല തീരുമാനം എടുക്കാൻ പഠിപ്പിക്കുന്നതിന് എന്തുകൊണ്ട് നിനക്ക് ഫീസ് മേടിച്ചുകൂടാ? നീ ചോദിച്ച് നോക്കടാ, അവൻ തരും. പിന്നൊരു കാര്യം അറിയോ, നിങ്ങൾ പതുക്കെ ചിലരെങ്കിലും ബിസിനസ് അങ്ങ് നിർത്തും, ഫുൾ ടൈം കൺസൾട്ടൻ്റ് ആവും. കാരണം ചിലവൊന്നുമില്ല, സ്റ്റാഫിൻ്റെ ആവശ്യമില്ല, കടയുടെ ആവശ്യമില്ല, വാടക കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട. യെസ്, കൺസൾട്ടൻസ് 5 പൈസ ചിലവില്ലാതെ അവൻ്റെ എക്സ്പീരിയൻസ് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റും. യു ആർ ആൻ എക്സ്പേർട്ട് ഇൻ യുവർ ഇൻഡസ്ട്രി. നീ എന്താണെന്ന് നീ ആദ്യം തിരിച്ചറിയും. ഈ കാശുള്ളവന്മാരെല്ലാം വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. 3 കാര്യങ്ങൾക്കാണ് ഞങ്ങൾ പൈസ ചിലവാക്കാറുള്ളത്. 1, പവർ, അധികാരത്തിന് വേണ്ടി. 2, അപ്പിയറൻസ്, ഫിറ്റ്നസ്സിന് വേണ്ടി. 3, മണി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ വരുന്നത് കൺസൾട്ടൻ്റ് ആയിട്ടല്ല, നിങ്ങൾ ഒരു പ്രൊഡക്റ്റും പൊക്കി പിടിച്ചോണ്ടാണ് വരുന്നത്, ഫീൽ ആൻഡ് ഹീൽ. ദെൻ കാണുന്ന ആരായാലും, ഇപ്പോൾ റിയാസിക്കയുടെ അടുത്ത് ചെന്നിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു കാർഡ് കൊടുക്കും, ഞാൻ ഇന്ന ആൾ ഫീൽ ആൻഡ് ഹീൽ എന്ന കമ്പനിയുടെ മുതലാളി. അപ്പോഴേ ഈ കസ്റ്റമറുടെ മനസ്സിൽ പോകുന്നത് എന്താ, ഇവൻ ഏതോ ഒരു എണ്ണ വിൽക്കാൻ വന്നിരിക്കുന്നു. പ്രൊഡക്റ്റുമായിട്ട് വരുന്നവൻ കൺസൾട്ടൻ്റ് അല്ല, ഹീ ഈസ് എ സെയിൽസ്മാൻ. ആർ യു എ കൺസൾട്ടൻ്റ് ഓർ എ സെയിൽസ്മാൻ? നിങ്ങൾ കൺസൾട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാത്ത എന്താണെന്നറിയോ? ഏത് അസുഖമുള്ളവനും നിങ്ങൾ പറയും, പുള്ളിക്ക് ഹേർട്ടിന് പ്രശ്നമുണ്ട്, നിങ്ങൾ പറയും ഈ ഓയിൽ കുടിച്ചാൽ മതി എന്ന് പറയും. ഇങ്ങേർക്ക് കാലിന് വേദനയുണ്ട്, നിങ്ങൾ പറയും ഇത് പുരട്ടിയാൽ മതി എന്ന് പറയും. ഇവന് പല്ല് വേദനയുണ്ട്, നിങ്ങൾ പറയും പഞ്ഞി മുക്കി പല്ലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി, അതങ്ങ് മാറുമെന്ന് പറയും. എവിടെ വേദന ഉണ്ടെങ്കിലും ഇത് മുക്കി വെച്ചാൽ, നിങ്ങൾക്കൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, അത് നിങ്ങളുടെ പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ളവനെ കൺസൾട്ടൻ്റ് എന്ന് വിളിക്കത്തില്ല, അവൻ സെയിൽസ്മാനാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു കൺസൾട്ടൻ്റ് ആവാൻ പറ്റും നിങ്ങളുടെ മേഖലയിൽ?